ഈ ഉമ്മത്തുന്ന ഒരാളെ കാണാതെ, ഈ ഉമ്മത്തിന്റെ ഇബ്രാഹിമിനെ കാണാതെ, ഈ ഉമ്മത്തിന്റെ ഖലീലിനെ കാണാതെ എന്ന് നീ മരിപ്പിക്കല്ലേ അല്ലാ. ഇത് ഉമറിന്റെ പ്രാർത്ഥനയാണ്. മദീന പള്ളിയുടെ ഈത്തപ്പനത്തടി കൊണ്ട് ചാരി വെച്ചിരിക്കുന്ന പള്ളിക്കകത്ത് ഈത്തപ്പനത്തടിയോട് ചാരിയിരുന്നു കൊണ്ടുള്ള മഹാനായ ഉമറിന്റെ പ്രാർത്ഥന. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തോട് ഇവിടെ പറയുന്നു, 72 മണിക്കൂറായിട്ട് മുസൈലിമത്തുൽ കദ്ദാബ് വരുന്നു, അവനോട് ആയിരങ്ങൾ ഭാഗവാക്കായി തീരുന്നു. മുസൈലിമത്തുൽ കദ്ദാബ് വന്നിട്ട് കൊണ്ടുപോകുന്നു. അബുൽ മുസ്ലിം ഖൗലാനി തങ്ങളെ പിടിച്ചു കൊണ്ടുപോകുകയാണ്. ആരാണ് അബുൽ മുസ്ലിം ഖൗലാനി തങ്ങള്? ഹബീബായ പ്രവാചകനോ അടങ്ങാത്ത പ്രേമമുണ്ടായിരുന്ന, അടങ്ങാത്ത വിശ്വാസമുണ്ടായിരുന്ന, റബ്ബിന്റെ ദീനിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച അബുൽ മുസ്ലിം ഖൗലാനി തങ്ങളെ കൊണ്ടുപോയിട്ട് വിശാല വിസ്തൃതമാകുന്ന ഒരു ഭൂപ്രദേശത്തേക്ക് കൊണ്ടുപോകുകയാണ്. തീക്കനലുകൾ ഒരുക്കപ്പെടുകയാണ്. അബുൽ മുസ്ലിം ഖൗലാനി തങ്ങളോട് മുസൈലിമത്തുൽ കദ്ദാബ് പറയുന്നു, ഞാനാണ് പ്രവാചകൻ ഉറക്കെ പറയുമോ? നിന്റെ വിശ്വാസത്തിന് പിന്മാറാൻ തയ്യാറാകുമോ? മുഹമ്മദിന്റെ മനസ്സിൽ നിന്ന് നീ മാറ്റിപ്പിടിക്കുമോ? അബുൽ മുസ്ലിം ഖൗലാനി തങ്ങൾ തയ്യാറാകാതെ വരികയാണ്. സ്വർണം കൊടുക്കാമെന്ന് പറയുന്നു, വെള്ളി കൊടുക്കാമെന്ന് പറയുന്നു, അധികാരം കൊടുക്കാമെന്ന് പറയുന്നു, സുന്ദരിമണികളാകുന്ന തരുണീമണികൾ കൊടുക്കാമെന്ന് പറയുന്നു, എന്താവശ്യപ്പെട്ടാലും നൽകാമെന്ന് പറയുന്നു. അബുൽ മുസ്ലിം ഖൗലാനി തങ്ങൾ തയ്യാറാകുന്നില്ല. ഹൃദയാന്തരങ്ങളിൽ ഹൃദയാന്തരങ്ങളിൽ എന്ന ശബ്ദത്തിന് ചേർത്ത് പിടിച്ചിരിക്കുന്ന അബുൽ മുസ്ലിം ഖൗലാനി തങ്ങൾ തയ്യാറാകാതെ വരുമ്പോൾ മുസൈലിമത്തുൽ കദ്ദാബിന്റെ അനുയായികൾ വന്നിട്ട് അബുൽ മുസ്ലിം ഖൗലാനി തങ്ങൾ എടുത്തുകൊണ്ട് ഒരുമിച്ച് കൂട്ടപ്പെട്ടിരിക്കുന്ന തീനാളങ്ങളുള്ള അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുകയാണ്. സുബ്ഹാനല്ലാഹ്. പൊട്ടിച്ചിരികളുമായിട്ട് മാറിപ്പോവുകയാണ്. ഏതാനും സമയങ്ങൾ കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് അസ്ഥിപഞ്ജരമായിരിക്കുന്നതായ അവിടെ അലിഞ്ഞു ചേർന്നിരിക്കുന്ന കരിക്കട്ട വാരിയെടുക്കാൻ, എല്ലിംഗശ്രത്തിന്റെ ബാക്കി ഭാഗങ്ങൾ വാരിയെടുക്കാനായിട്ട് അബുൽ മുസ്ലിം ഖൗലാനി തങ്ങളുടേതായ അവസാന വിഷ്ടങ്ങൾ വാരിയെടുക്കാൻ വരുമ്പോൾ സുബ്ഹാനല്ലാഹ് അന്നഹു ഖാമ യുസല്ലി. മുസൈലിമത്തുൽ കദ്ദാബ് തയ്യാറാക്കിയിരിക്കുന്ന അഗ്നികുണ്ടാരങ്ങൾക്ക് അകത്തളത്തിലായിട്ട് അബുൽ മുസ്ലിം ഖൗലാനി തങ്ങളെന്ന് പറയുന്ന 24 കാരറ്റ് മുസ്ലിമായ മനുഷ്യനുണ്ടല്ലോ, സഹാബിയുണ്ടല്ലോ, അദ്ദേഹം അതിനകത്ത് നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ, ഒരു രോമകോപം പോലും കരിഞ്ഞില്ല എന്ന് കണ്ടപ്പോൾ, ഒരു ശരീരത്തിന്റെ ചർമ്മത്തിന്റെ ഒരു ഭാഗത്ത് പോലും അടയാളം ഉണ്ടായില്ല എന്ന് കരുതിയപ്പോൾ, പരാജയപ്പെട്ട് പിന്മാറുമ്പോൾ മഹാനായ ഉമറിന്റെ ചെവിയിൽ അലയടിക്കുകയാണ്. മുസൈലിമത്തുൽ കദ്ദാബിന്റെ തീനാളങ്ങൾക്കകത്തിളക്കുന്നു. ഇതാ റബ്ബ് തആലയിടം രക്ഷപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് വരുന്നതായ അബുൽ മുസ്ലിം ഖൗലാനി തങ്ങൾ വരികയാണ്. ഉമറെ വിളിച്ചു പറഞ്ഞു, സഹാബാ, എല്ലാവരും മദീനയുടെ അതിർത്തിയിലേക്ക് പോകുക, ഈ ഉമ്മത്തിന്റെ ഖലീലിനെ കാണാൻ പോകുക, ഈ ഉമ്മത്തിന്റെ ഇബ്രാഹിമിനെ കാണാൻ പോകുക. എല്ലാവരും ചൊല്ലുന്നു. അബുൽ മുസ്ലിം ഖൗലാനി തങ്ങളെ ചുംബനം കൊടുത്തുകൊണ്ട് ഉമർ തങ്ങളെ സ്വീകരിച്ചുവെങ്കിൽ അല്ലാഹു പറയുന്നത് എന്താണ്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ. സിറിയയിലെ ബസാറുൽ അസദിന്റെ സൈന്യം വന്നിട്ട് ചെറുപ്പക്കാരനായൊരു മനുഷ്യരെ കഴുത്തറ്റം വരെ മണ്ണിൽ കുടിച്ചു നിർത്തിയിട്ട് കഴുത്ത് മാത്രം, മുഖം മാത്രം കാണാൻ പറ്റുന്ന രീതിയിൽ വന്നിട്ട് തോക്കിന്റെ പാത്തി കൊണ്ട് പ്രഹരിക്കുമ്പോൾ ആ വിശ്വാസിയായ മനുഷ്യനോട് ചോദിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയേണ്ടതിന് പകരമായി ലാ ഇലാഹ ഇല്ലാ ബസാറുൽ അസദ്, ലാ ഇലാഹ ഇല്ലാ ബസാറുൽ അസദ്, ബസാറുൽ അസദ് അല്ലാതെ ഇലാഹില്ലാതെ ഉറക്കെ പറയാനോ ചെറുപ്പക്കാരനോട് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ നാവിലൂടെ കടന്നു വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മളെ കണ്ടതല്ലേ? കണ്ടോ? നിങ്ങളെ കണ്ടോന്ന്? നിങ്ങളാരും ഇവിടെ ഇല്ലേ? നിങ്ങൾ കണ്ടില്ല? ഇപ്പൊ പറഞ്ഞ സംഭവം 500 കൊല്ലത്തിന് മുമ്പുള്ളതല്ല. ഇപ്പൊ പറഞ്ഞത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള സംഭവമല്ല. ഈ അടുത്ത കാലത്ത് നടന്ന സംഭവം. ആ മനുഷ്യൻ മരണത്തിന് മുഖാമുഖം കാണുമ്പോഴും വിശ്വാസത്തിൽ മാറാൻ പറയുമ്പോൾ തയ്യാറായില്ല. ജീവനോടുകൂടി അദ്ദേഹത്തിനെ കുഴിച്ചു മൂടി. അള്ളാഹു ഷഹീദിന്റെ കൂലി കൊടുക്കുമാറാണ്. ഞാൻ പറഞ്ഞു വന്നത്,
അങ്ങനെ അവസാന ശ്വാസം വരെ അള്ളാഹു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ചാരത്ത് മലക്കുകൾ ഇറങ്ങിയവരല്ലാ തഖാഫു വലാ തഹ്സനു, നീ വിഷമിക്കേണ്ട, നീ പ്രയാസപ്പെടണ്ട. ദുനിയാവിൽ അനുഭവിച്ച എല്ലാ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഇത് അറുതിയായിരിക്കുന്നു. സ്വർഗം നിനക്ക് ഇതാ സന്തോഷ വർത്തമാനം അറിയിച്ചിരിക്കുന്നു. അള്ളാഹു അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇതെല്ലാവർക്കും കിട്ടും, ഇതെല്ലാവർക്കും കിട്ടും. കിട്ടോന്ന് ഇല്ലെന്ന് പറയാം, ഉണ്ടെന്ന് ഉണ്ടോ ഇല്ലേ? എല്ലാവർക്കും കിട്ടോ ഇല്ലേ? കിട്ടൂല. പിന്നെ ആർക്കാ കിട്ടണേ? ആർക്കാ കിട്ടണേ? എല്ലാവർക്കും അള്ളാഹു തആല കൊടുക്കൂല. അള്ളാഹു ചിലരുടെ ഹൃദയത്തിൽ സീലങ്ങ് വെച്ചിട്ടുണ്ട്, പൊട്ടിക്കാൻ പറ്റാത്ത സീൽ. ചിലർക്ക് അള്ളാഹു ഹൃദയത്തിൽ മുദ്ര വെച്ചിട്ടുണ്ട്, അവർക്കത് ഒന്നും ചെയ്യാൻ പറ്റൂല. ഉലൈക അല്ലദീന തബഅ അല്ലാഹു അലാ ഖുലൂബിഹിം വത്തബഉ അഹ്വാഅഹും. അല്ലാഹു പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഒരു കൂട്ടരുണ്ട്. അതാണ് ഏറ്റവും കൂടുതലും ഭൂരിപക്ഷം അവരാണ്. അവരെ ഹൃദയങ്ങളിൽ അല്ലാഹു തആല സീല് വെച്ചിരിക്കണം. വത്തബഅ അഹ്വാഅഹും, അവരെ ഇച്ഛകൾക്ക് പിൻപറ്റി അവർ ജീവിക്കും. അവരെ ഹൃദയത്തിൽ ഈമാൻ കേരത്തിൽ എത്ര തള്ളിയാലും പോകില്ല. ആ അന്തർത്തഹം അമ്ലം തുന്തിറുഹും, എത്ര താക്കീത് കൊടുത്തിരുന്നാലും ശരി, താക്കീത് കൊടുത്തില്ലെങ്കിലും ശരി, എത്ര വേദം ഓതിയിരുന്നാലും ശരി, ഓതിയില്ലെങ്കിലും ശരി. ചിലരെ അല്ലാഹു തആല അങ്ങനെ വെച്ചിരിക്കണം. പടച്ചവനറിയാം, അവന് കദീമാണല്ലോ, നേരത്തെ ആ പടച്ചവനറിയാം ഇതൊക്കെ. പിന്നെ നമ്മുടെ ജോലിയുണ്ട്, പറഞ്ഞു കൊടുക്കുക, ഉണർത്തി കൊടുക്കുക, ശരി പറഞ്ഞു കൊടുക്കുക, ശരിയുടെ വക്താക്കളായി നിന്നുകൊണ്ട് അതിന്റെ ശരിയായ മാർഗം പറഞ്ഞു കൊടുക്കുക. അള്ളാഹു ഹിദായത്ത് കൊടുത്താൽ കൊടുത്തില്ലെങ്കിലില്ല. ചിലർക്ക് അള്ളാഹു തആല കൊടുക്കൂല എന്ന് ഖുർആൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഭൗതികപരമായ എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് ചിലപ്പോൾ കൊടുക്കാൻ പറ്റും. രോഗിയായ മനുഷ്യൻ കിടക്കാണ്, അവൻ നമുക്ക് ചികിത്സ കൊടുക്കാം, പറ്റൂലേ? ചികിത്സ കൊടുക്കാം, അവന് പൈസ കൊടുക്കാം, അവന് പരിചരണം കൊടുക്കാം, ഒക്കെ കൊടുക്കാം. അവന് ഹിദായത്ത് കൊടുക്കാൻ പറ്റുമോ? മരിക്കുന്ന സമയത്ത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, അല്ലേ? ഒരാള് മരിക്കാൻ കിടക്കുന്നു, അവന് വേണമെങ്കിൽ നമുക്ക് നിംസിലോ കിംസിലോ റിംസിലോ വിംസിലോ മിംസിലോ, ഇനി അതുണ്ട്. ഇതെല്ലാം സഹോദരങ്ങളാണ്, അല്ലേ? നല്ല പേരുകളാണ്. ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ചികിത്സിക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് നടത്താം. കോടികളും ലക്ഷങ്ങളും വേണമെങ്കിലും കൊടുക്കാം. ഏറ്റവും വലിയ ഡോക്ടർമാരെ ലോകത്തിന്റെ അമേരിക്കയിൽ നിന്നൊക്കെ കൊണ്ടുവരാം, എല്ലാം ചെയ്യാം. പക്ഷെ ആ മനുഷ്യന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പറഞ്ഞു കൊടുത്ത് പറയിപ്പിക്കാൻ പറ്റുമോ? പറ്റൂല. അത് പറ്റുന്ന അല്ലാഹു തആല പറഞ്ഞു കൊടുക്കാനായിട്ട് തീരുമാനിച്ചാലേ നടക്കുള്ളൂ. അങ്ങനെ പറയാൻ പറ്റിയിരുന്നെങ്കിൽ ആര് പറയണമായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനായ അബൂ ത്വാലിബ് പറയണമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താങ്ങും തണലുമായി എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന, എല്ലാവരും നിസ്സഹരണം പ്രഖ്യാപിച്ചപ്പോഴും സഹകരണത്തോടുകൂടി കൂടെ ഉണ്ടായിരുന്ന അബൂ ത്വാലിബ് പറയണമായിരുന്നു. പക്ഷെ അബൂ ത്വാലിബിനെ പറയാൻ സാധിച്ചില്ല. മരണത്തിന്റെ ആസന്നമായ നേരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് പറഞ്ഞു, യാ അമ്മീ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രിയപ്പെട്ട പിതൃവ്യ, അങ്ങ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട പിതൃവ്യ, അങ്ങ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറഞ്ഞു. അപ്പൊ ആ പിതൃവ്യ എങ്ങനെയൊക്കെ മറുഭാഗത്ത് ആരാ വന്നിരിക്കണേ? അബൂജഹൽ വന്നിരിപ്പുണ്ട്. അബൂജഹൽ പറയണ, യാ അബാ ത്വാലിബ് ലാ തർഗബ് അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിനെ തൊട്ട് നീ മാറരുത്. നിന്റെ മുൻഗാമികൾ വന്നിരുന്ന അതേ മില്ലത്തിൽ നിന്നോളണം. മുഹമ്മദിന്റെ വാക്ക് കേട്ടുകൊണ്ട് മാറരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര ശ്രമിച്ചിട്ടും പറയാൻ സാധിച്ചില്ല അബൂ ത്വാലിബിന്. അവസാനം പ്രവാചകൻ എങ്ങനെയെങ്കിലും ശരീരത്തിലൂടെ സ്പർശനം കൊടുത്ത് പുണ്യപ്രവാചകന്റെ സ്പർശനത്തിലൂടെ ആ ശരീരത്തിനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കരുതുമ്പോൾ മലക്കുകളുടെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങുകയാണ്. ആമിനാബിയുടെ മുത്തുമോന്റെ നെറ്റിത്തടത്തിൽ കതിർമണി പോലെ കടുകുമണി പോലെ വേർപ്പുതുള്ളികൾ വരികയാണ്. റവല്യൂഷന്റെ വരവാട്, വഹീന്റെ പുറപ്പാടാട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്ത് വന്ന് പറയുന്നു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. നബിയെ, അങ്ങേക്ക് അതിലേക്കുള്ള അവസരമില്ല, അനുവാദം നൽകിയിട്ടില്ല. ഒരാൾക്ക് ഹിദായത്ത് മെമ്പർഷിപ്പ് കൊടുക്കാൻ, ഇസ്ലാമിലേക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ നബി അങ്ങേക്ക് അധികാരമില്ല. അത് അല്ലാഹു തആല കൊടുക്കുന്നതൊന്നാണ്, ശരിയല്ല?
അതുകൊണ്ടല്ലേ 5 നേരം 17 തവണയായിട്ട് റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നത്. എന്താ ചോദിക്കണേ? ഓരോ മുസ്ലിമും പഠിക്കൽ ഫർളായനായ ഒരൊറ്റ സൂറത്തേ ഉള്ളൂ. ഏതാ സൂറത്ത്? ഏതാ? സൂറത്തുൽ ഫാത്തിഹ അല്ലേ? നാളെ പരലോകത്തിൽ നമ്മൾ സൂറത്ത് യാസീൻ ഓതിയാന്ന് ചോദിക്കോ? ചോദിക്കൂല എന്ന് പറഞ്ഞ നമ്മുടെ സഹോദരിയും അൽഹംദുലില്ലാ ഇനി വീട്ടിൽ യാസീൻ ഓതണ്ട. പുണ്യം കിട്ടണമെങ്കിൽ ഓതണം. പക്ഷെ നിർബന്ധമായിട്ട് ചോദിക്കുന്ന ഒരൊറ്റ സൂറത്ത് ഫാത്തിഹയാണ്. എന്താ അതിന് എങ്ങനെ വരാൻ കാരണം? കൃത്യമായി 5 നേരം നിസ്കരിക്കുമ്പോൾ നിർബന്ധമായി ഓതണം. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആൾക്ക് നിർബന്ധമായി തന്നെ ഓതിയിരിക്കണം. അത് ഹനഫിന്നും ശാഫിന്നും വ്യത്യാസമില്ല. ഒറ്റയ്ക്ക് നിസ്കരിക്കും. ഇമാമായിട്ട് നിസ്കരിക്കുമ്പോഴേ ഹനഫി മുസല്ലില് പിറകെ നിൽക്കുന്നവർക്ക് അൽഹംദുലില്ലാ ബാക്കിയാദ്യം എന്ന സമയം എന്തോ ഒരു രസം. ഇമാമിന്റെ കൂടെ അങ്ങ് പോയാൽ മതിയാണ്. നിങ്ങളെ ഇമാമ നമ്മളെ കൂടെ, ഇന്നത്തെ ഇമാമ നമ്മളെ കൂടെ, നമ്മളെ സൂപ്പർ ബസാർ റാസി ഉസ്താന്ന് കേട്ട അവിടെ പ്രകമ്പനമായിരുന്നു. അള്ളാഹു ദീർഘായുസും ആഫിയത്തും കൊടുക്കുമാറാണ്. റാങ്കുകാരനാണ് ഇരിക്കുന്ന സാധനേ. അന്നത്തെ റാങ്കുകാരനാണ്. റാങ്ക് 1, വെറും റാങ്കല്ല, റാങ്ക് 1. അള്ളാഹു അതിന്റെ എല്ലാ ഫضലും ഇപ്പോഴും കൊടുത്തിട്ടുണ്ട്. അള്ളാഹു അത് നിലനിർത്തി മരണം വരെ കൊണ്ടുപോകാൻ തൗഫീഖ് കൊടുക്കട്ടെ. അപ്പൊ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശ്രമിച്ചിട്ട് പോലും കൊടുക്കാൻ പറ്റിയില്ല. എന്ത് കൊടുക്കാൻ പറ്റിയില്ല? ഹിദായത്ത്. അനുവാദമില്ല നബിയെ എന്ന് വിശുദ്ധ ഖുർആൻ വഴി അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തു. അവസരമേ ഇല്ല. തനിക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളതല്ല അല്ലാഹു തീരുമാനിക്കും. അത് നമുക്ക് കിട്ടിയത് നിലനിർത്താൻ വേണ്ടിയാണ് 5 നേരം റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, ചൊവ്വായ ശരിയായ പാതയിൽ നിന്ന് നിർത്തണേ അല്ലാ. ഹിദായത്തിന്റെ മാർഗത്തിൽ നിലനിർത്തണേ അല്ലാ. അപ്പൊ ഈ ഹിദായത്ത് നിലനിന്ന് കിട്ടണം. ഹിദായത്ത് മരണം വരെ ലഭിക്കണം. മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കണം. എന്നാൽ അങ്ങനെ ഹിദായത്ത് കിട്ടാനും മരിക്കുന്ന നേരത്ത് ഹിദായത്തോടുകൂടി മരിക്കാനും അതിനുള്ള പോം വഴി എന്താണ്? ഖുർആൻ തന്നെ പറയട്ടെ. ഫആമിനൂ ബില്ലാഹി വറസൂലിൻ നബിയിൽ ഉമ്മീല്ലദീ യുഅ്മിനു ബില്ലാഹി വകലിമാതിഹി വത്തബിഊഹു ലഅല്ലകും അല്ലാഹു പറയുകയാണ്, ഏതൊരു വിശ്വാസിയുടെയും സ്വീകാര്യത എവിടെയാണ്? മുത്ത് മുഹമ്മദ് മുസ്തഫ. ഏതൊരു വിശ്വാസിയുടെ സ്വീകാര്യത എവിടെയാണ്? മുത്തുൽ മുഹമ്മദ് റസൂലുള്ളാഹ്. ലഅല്ലകും ലഅല്ലകും തഹ്തദൂൻ. ഹബീബായ തങ്ങളെ നിങ്ങൾ ഇത്തിബാഅ് ചെയ്യുക. മുത്തായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ ഇത്തിബാഅ് ചെയ്യുക. അങ്ങനെ ഹബീബായ തങ്ങളെ ഇത്തിബാഅ് ചെയ്താൽ ലഅല്ലകും തഹ്തദൂൻ, നിങ്ങൾ ഹിദായത്ത് ലഭിച്ചവരാണ്. അപ്പൊ മരിക്കുമ്പോ ഹിദായത്ത് കിട്ടാൻ എന്താ വഴി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കലല്ല, വേറൊരു വഴിയില്ല. ഓരോരുത്തരുടെ മാറ്റതനുസരിച്ചാണ്. എത്രത്തോളം പ്രവാചകനോട് അടുക്കുന്നവോ അത്രത്തോളം ഹിദായത്തിന് മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ട്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഈ ഉമ്മത്തിന്റെ ഒന്നാമനായി, ഈ ഉമ്മത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ ഈമാനിന്റെ അടയാളമായി എല്ലാവരുടെ ഈമാനും ഒരു തട്ടിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനും മറുതട്ടിലും വെച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈമാൻ അധികരിക്കാൻ കാരണമെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുർബ് കൂടുതലാണ്. ശരിയല്ലേ? അടുപ്പം കൂടുതലാണ്. ശരിയാണോ? അല്ലേ? അവിടെയാണ്. അപ്പൊ അവിടെ ഹിദായത്തിന്റെ സ്ട്രോങ് എവിടെ? ഹിദായത്തിന്റെ സ്ട്രോങ് എവിടെ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊരാൾക്ക് ഉന്നതമായ സ്ഥാനം പരലോകത്ത് ലഭിക്കണമോ, ഏതൊരാളും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യപ്രദമായി തീരണമോ, പടച്ചവന്റെ പൊരുത്തപ്പെട്ട അടിമയായി തീരണമോ, അവന്റെ കണക്ഷൻ മുഹമ്മദ് മുസ്തഫ. മരണപ്പെട്ടോടുകൂടി പ്രവാചകന്റെ കണക്ഷൻ തീർന്നോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല മുഅ്മിനീങ്ങളെ യാത്ര അയച്ചു. നാല് ദൗത്യം അല്ലാഹുവിന്റെ ഹബീബ് ചെയ്തിട്ട് പോയി. തിലാവത്തുൽ ആയാത്ത് ചെയ്തു, തസ്കിയത്തുൻ നുഫൂസ് ചെയ്തു, അതുപോലെ തന്നെ
തഅലീമുൽ കിതാബും തഅലീമുൽ ഹിക്മയും പ്രവാചകൻ നടത്തി. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് നടത്തിയത് തീർന്നുവോ? ഇല്ല. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും താടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് താടി വെച്ചിരിക്കണേ? നിന്റെ അടിസ്ഥാനത്തില. ചുമ്മാ മുഖത്ത് കുറച്ച് രോമം വന്ന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു തന്നെ. ആട് കൂടെ വെച്ചതുപോലെ തന്നെയാണ്. പണ്ടൊരാളിങ്ങനെ പ്രസംഗത്തിന് വേണ്ടി നിന്നു. ഭയങ്കര പ്രസംഗം നടത്തി എല്ലാവരും പോയി. അവസാനം ഒരു ഉമ്മുമ്മായിരുന്നു, കരച്ചിലോടെ കരച്ചിൽ, ഭയങ്കര സങ്കടം. ഉമ്മയുടെ കരച്ചിലുണ്ടാവും. പ്രസംഗം നിർത്തിയിട്ട് എന്തിനാണ് ഉമ്മ നിങ്ങൾ ഇത്രയും കരച്ചിലും? അത് മോനെ, നിന്റെ താടി കണ്ടപ്പോ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. അതെന്താ എന്റെ താടിക്ക് പ്രത്യേകത? അത് എന്റെ വീട്ടിൽ ഒരു ആടുണ്ടായിരുന്നു, ആടിന് ഇതുപോലത്തെ താടിയായിരുന്നു. ആ ആട് മരിച്ചുപോയി. നിന്നെ കണ്ട് നിന്റെ താടിയുടെ ഈ അനക്കം കണ്ടപ്പോ എന്റെ മരിച്ചുപോയി ആടിനെ ഓർത്ത് ഞാൻ കരഞ്ഞതാണ്. അങ്ങനത്തെ താടിയാണ് അത്. അല്ല, തർബിയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തർബിയത്തിലുള്ള താടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെക്കാൻ പറഞ്ഞത് കൊണ്ടാണ് വെച്ചിരിക്കണേ, അല്ല ചുമ്മാ വെച്ചിരിക്കണേ. ചുമ്മാ വെച്ചിരുന്ന ദുൽഖർ സൽമാൻ വെച്ചതുപോലെ ഇരിക്കും. ചിലര് കറുത്ത ഷർട്ട് ഇട്ടിട്ടുണ്ട്, ചിലര് താടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ തന്നെ. നടന്മാരും നടിമാരും എന്ത് ചെയ്യുന്നു അത് ചെയ്യുകയാണ്. അവരെ കൂടെ പോകേണ്ടി വരുന്ന ആളെ. അപ്പൊ ഞാനും നിങ്ങൾ ചെയ്തിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തർബിയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് മുത്തായ തങ്ങള് അകലെ 5200 കിലോമീറ്റർ അകലെ വിശുദ്ധമാകുന്ന മസ്ജിദുൻ നബിയുടെ പച്ചക്കുപ്പയുടെ താഴ്ഭാഗത്ത് കിടക്കുന്നുണ്ടെങ്കിലും നമ്മൾ തർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം ഇതിന് വെട്ടമുണ്ടല്ലോ അല്ലേ? ഇതിന്റെ വാട്സ് എത്രയാണപ്പ? 400 വാട്സ്. ഇതിനോ 1000 വാട്സ്. അതിനേക്കാൾ വലിപ്പത്തിന് 400, ഇത് ചെറുപ്പത്തിന് 1000. ഞാള് കൊള്ളാലോ. ശരി, ഇരിക്കട്ടെ. അപ്പൊ 40 വാട്സ് ഉണ്ട്, 15 വാട്സ് ഉണ്ട്, 400 വാട്സ് ഉണ്ട്, 1000 വാട്സ് ഉണ്ട്, 2000 വാട്സ് ഉണ്ട്. ഇല്ലേ? ഇതൊക്കെ ചുമ്മാ അങ്ങ് പ്രകാശിക്കും. ഇത് 400 1000 വാട്സ് ഉണ്ടെന്ന് പറയുന്നത് ഇത് ചുമ്മാ പ്രകാശിക്കുവോ? പിന്നെ എന്ത് വേണം? കറണ്ട് വേണം. ഈ കറണ്ട് എവിടെ നിന്നാ പറഞ്ഞേ? കറണ്ട് എവിടെ നിന്നാണ്? സംഭവം എവിടെ നിന്ന് എത്തണം? നമ്മളെ കറണ്ട് എവിടെ നിന്നാണ്? മദീനയെന്ന് വരണം. പക്ഷെ നമ്മുടെ വാട്സ് എത്ര എന്ന് പരിശോധിക്കണം. നല്ല ഈമാനുള്ളവർക്ക് 10-15,000 വാട്സ് കാണും. ഈമാൻ കുറഞ്ഞനുസരിച്ച് വാട്സ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ അധികം പേരുടെ വാട്സ് 0 വാട്സിന്റെ 0 ബൾബ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കാൻ പറ്റാത്തത്. പാരമ്പര്യമായ വിശ്വാസികളാണ് നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ പോകുന്നില്ല. ഓസ്ട്രേലിയയിലുള്ള ഓർഗാനിക് സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനി കുടിവെള്ളം ഇറക്കുന്നുണ്ട്. ഓർഗാനിക് സ്പ്രിംഗ് എന്ന് പറയുന്ന കമ്പനി കുടിവെള്ളം. ആ കുടിവെള്ളം ഇറക്കുന്ന ആ കുടിവെള്ള കുപ്പിയിൽ ഒരു ടാഗ് വെച്ചിട്ടുണ്ട്. ആ ടാഗിൽ എഴുതി വെച്ചിരിക്കുന്ന, നിങ്ങൾ വാട്ടർ വേസ്റ്റ് ആക്കരുത്, പാഴാക്കി കളയരുത്. നിങ്ങൾ ഒഴുകുന്ന നദിയിലാണെങ്കിലും ശരി, നിങ്ങൾ വെള്ളം പാഴാക്കി കളയരുത് എന്ന് എഴുതിയിട്ട് എന്റെ താഴെ എഴുതിയിരിക്കുന്നത് മുഹമ്മദ്. മനസ്സിലായോ? ഓസ്ട്രേലിയയിലെ ഒരുത്തനാണ് ന്യൂസിലാൻഡിൽ ചെന്നിട്ട് 50 പേരെ വെടിവെച്ച് കൊന്നത്. അതേ ഓസ്ട്രേലിയ ഒരു കമ്പനിയാണ് അടിച്ചിറക്കുന്ന കുടിവെള്ള കുപ്പിയിൽ ടാഗില് എഴുതി വെച്ചിരിക്കുന്ന ഏത് 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് മദീന പള്ളിയുടെ ചാരത്തിരുന്നു കൊണ്ട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വചനത്തിനെ ഇപ്പോഴും പ്രവാചകൻ ലൈവാണ്. അതിന് ഉദാഹരണം പറഞ്ഞു. കഴിഞ്ഞ വർഷം ഞാൻ അല്പ ലോകകാര്യം പറഞ്ഞോട്ടോ, പറയട്ടെ, കുഴപ്പമുണ്ടോ? പറയാം. ഈ കഴിഞ്ഞ മാസം നവംബർ മാസം റബീഉൽ അവ്വലായിരുന്നല്ലോ. ഈ റബീഉൽ അവ്വലിൽ കാനഡയിൽ ഒരു മാഗസിൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ പരിശോധിച്ച് നോക്കണം. മാഗസിൻ, അതിന്റെ പേര് ദ പീസ് എന്നാണ്. പീസ് സമാധാനം. അതിൽ അങ്ങനെ എല്ലാവരെയും കൊണ്ട് എഴുതിക്കാറില്ല. നോബൽ സമ്മാനം നേടിയ ആൾക്കാരാണ് എഴുതുക. അതിലൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ആർട്ടിക്കിൾ ആരെ കുറിച്ചാ? മുഹമ്മദ് മുസ്തഫ 2019 നവംബർ മാസത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ദ പീസ് എന്ന് പറയുന്ന മാഗസിനകത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 7 ഹൈലൈറ്റ് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 7 പ്രത്യേകതകൾ ലോകത്തിന് നൽകിയത്. എവിടെ? ട്രംപ് ഭരിക്കുന്ന അമേരിക്കയുടെ തൊട്ടടുത്ത്. ട്രംപ് ഭരിക്കുന്ന അമേരിക്കയുടെ തൊട്ടടുത്ത് അമേരിക്കയിൽ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് 1200 പള്ളികളാ നിർമ്മിച്ചിരിക്കണേ.
കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് 1200 പള്ളികൾ അമേരിക്കയിൽ. എത്രയോ ക്രിസ്ത്യൻ ചർച്ചുകൾ മുസ്ലിം പള്ളിയാക്കി വിറ്റുകൊടുത്തു. കാരണം ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് ആൾക്കാർ എത്തുന്നില്ല, വെള്ളിയാഴ്ചയുള്ള പ്രാർത്ഥനയ്ക്ക് അഭൂതമായ എണ്ണ കൂടുതൽ, അതുകൊണ്ട് പള്ളി കൊടുത്തു നിസ്കരിക്കാൻ. നമ്മുടെ പള്ളികൾ ജുമയുടെ അന്ന് നിറയും, ബാക്കി എല്ലാ ഭക്തിനും പോക്ക്. ദ പീസ് എന്ന ആ മാഗസീനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് പ്രവാചകനെ കുറിച്ച്. ഒന്നാമതായി അതിൽ പറഞ്ഞത് എന്തെന്നറിയുമോ? 21ാം നൂറ്റാണ്ടിലെത്തി നിൽക്കുമ്പോഴും അത് രേഖപ്പെടുത്തിയത് 750 കോടി മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ പേര് നൽകപ്പെട്ട പേര് മുഹമ്മദ്. ലൈവാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ പേരുള്ളവരാണ് ഭൂമുഖത്ത് ഏറ്റവും കൂടുതലുള്ളത്. മുഹമ്മദ് എന്നോ അഹമ്മദ് എന്നോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരുമായി ബന്ധപ്പെട്ടുള്ള പേരുകളല്ലാതെ മറ്റൊരു പേരും കൂടുതലില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇടപെട്ടിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ ഏറ്റവും വിളിക്കപ്പെടുന്ന പേര് മുഹമ്മദ്. മനസ്സിലായോ? ഈ കാലം 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരണപ്പെട്ടു പോയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1000 കൊല്ലങ്ങൾ കഴിഞ്ഞ് 2019 നിൽക്കുമ്പോൾ പ്രവാചകരുടെ പേര് ഈ ഭൂമുഖത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകത. നമുക്ക് നമ്മുടെ കേരളത്തിലൊരു മെഗാസ്റ്റാറിന്റെ പേരെന്താണ്? നമ്മുടെ കേരളത്തിലൊരു മെഗാസ്റ്റാറിന്റെ പേര് എന്താ പേര്? നമ്മൾ അദ്ദേഹത്തിനെ മമ്മൂട്ടി എന്ന് വിളിക്കും. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താ? മുഹമ്മദ് കുട്ടി, ഇല്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗായകന്റെ പേരെന്താ? മുഹമ്മദ് റാഫി. മുഹമ്മദ് ഉണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ബോക്സിംഗ് താരമാരാ? മുഹമ്മദ് അലി. അതിന് മുഹമ്മദ് ഉണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഫുട്ബോൾ പ്ലെയറിന്റെ പേരേതാ? ലിവർപൂളിന്റെ ഫോർവേഡ് കളിക്കാരൻ മുഹമ്മദ് സലാലിന് മുമ്പ് ഒരാളുണ്ടല്ലോ മോനെ, മുഹമ്മദ് സലാഹ്. ശരിയല്ലേ? ശരിയാണോ അല്ലേ? ലണ്ടന്റെ കോർപ്പറേഷന്റെ മേയറുടെ പേരെന്താ? മുഹമ്മദ് റഹ്മാൻ ഖാൻ. ലണ്ടൻ സിറ്റിയിലെ കോർപ്പറേഷന്റെ മുഹമ്മദ് റഹ്മാൻ. അമേരിക്കയിൽ 2019 ഈ അടുത്ത സമയത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന പേരുകളിൽ 10ാം സ്ഥാനത്ത് മുഹമ്മദ്. 2625 സ്ഥാനത്ത്. 2010 ആയപ്പോൾ 325 സ്ഥാനത്ത്. 2019 ആയപ്പോൾ 10ാം സ്ഥാനത്ത്. 2020 ആവുമ്പോ ഇൻഷാ അല്ലാഹ് 1ാം സ്ഥാനത്ത് മുഹമ്മദ്. എവിടെ? അമേരിക്കയിൽ. ഇതെവിടെ? എന്റെ സഹോദരങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് അല്ലേ? തിരിച്ചറിയുന്നുണ്ട് നമ്മൾ എവിടെയാ നിൽക്കണേ. അങ്ങനെ മുഹമ്മദ് എന്ന പേര് കൂടം പറയണ ചിലർ നമ്മൾ ഇവിടെ നിന്ന് പുറത്താക്കാൻ നോക്കണം. ലോകത്തെമ്പാടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുമായി ബന്ധപ്പെട്ട എണ്ണം കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ജനിച്ച രാജ്യത്ത് നിന്ന് നമ്മളെ പുറത്താക്കാൻ ചിലർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. നടക്കൂല. പടച്ചോനാണ് നടക്കൂല.